പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പുതു ഞായറാഴ്ചയുടെ എല്ലാ മംഗളങ്ങളും ആശംസിക്കുന്നു. തോമാസ് ലീഹ പറഞ്ഞില്ലേ, ഞാൻ അവനെ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ. തമ്പുരാൻ ഇറങ്ങി വന്നു, തോമായെ ഇവിടെ വരിക എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസത്തെ ഉറപ്പിച്ചു. ചിന്തിക്കുക, ആ തോമ എന്ന പേര് കേൾക്കുമ്പോൾ ജീവൻ കളഞ്ഞ് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ തമ്പുരാൻ്റെ കൂടെ നിന്ന് ജീവിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവൻ്റെ പേരാണത്. എന്നാൽ നമ്മുടെയൊക്കെ പേരിനൊരർത്ഥമില്ലേ? എൻ്റെ പേര് സെബസ്ത്യാനോസിൻ്റെ പേരാണ്. നിങ്ങളുടെയൊക്കെ പേരൊന്ന് ഓർത്ത് നോക്കിക്കേ. ഓരോ പേരിനും ഓരോ അർത്ഥമുണ്ട്. പ്രത്യേകിച്ച് ജോസഫ് എന്ന് പേരെന്ന് പറഞ്ഞാൽ വളർത്തുന്നവനെന്നാണ്. ഒരു പൂർവ്വ യോസഫ് ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലൊരു വളർത്തുപിതാവായ ഒരു ജോസഫ് ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ ഓർക്കുമ്പോൾ എത്ര നല്ല സന്തോഷമാണ് തോന്നുന്നത്. ഈശോയെ വളർത്താൻ കിട്ടിയ ഒരു ജോസഫ്, താൻ എത്തിപ്പെട്ട ദേശത്തും എത്തിപ്പെട്ട ഭവനത്തിലും എത്തിപ്പെട്ട അധികാരികൾക്കും അനുഗ്രഹം ചെയ്യാൻ കടന്നു വന്നൊരു ജോസഫ്. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് ഓരോരുത്തരുടെയും പേര് നോക്കുമ്പോൾ നമുക്കൊരു വികാരിയുണ്ട്. മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി, അദ്ദേഹത്തിൻ്റെ പേര് ജോസഫ് എന്നാണ്. നമുക്ക് ഈ വികാരിയെ വളർത്തുന്നവനെന്നോ തളർത്തുന്നവനെന്നോ വിളിക്കാം. ഇപ്പോഴത്തെ മാർപ്പാപ്പ മരിച്ചു, മാർപ്പാപ്പയുടെ കബറടക്കം കഴിഞ്ഞു. ലോകത്തുള്ള സകല മനുഷ്യരും മാർപ്പാപ്പയെപ്പറ്റി പറഞ്ഞത് അദ്ദേഹം വലിയൊരു വിശുദ്ധനായിരുന്നു, ഒരു സ്നേഹത്തിൻ്റെ നിറകുടമായിരുന്നു, ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യൻ. മരിച്ചപ്പോൾ എല്ലാവരും കരയുകയായിരുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അൽബേനിയക്കാരത്തി മദർ തെരേസ ഇവിടെ വന്ന് ജീവിച്ച് മരിച്ചു. ലോകം മുഴുവൻ കരഞ്ഞു. അപ്പോൾ ഇന്ന് തെരേസ എന്ന് പേരുള്ള ഒരാൾക്ക് അഭിമാനിക്കാനുള്ളൊരു പേരാണത്. ജോസഫ് എന്ന പേരായ ഒരു മനുഷ്യന് അഭിമാനിക്കാനുള്ളൊരു പേരാണ് യോസേപ്പ് പിതാവും പൂർവ്വ യോസേപ്പും. അങ്ങനെയാണെങ്കിൽ വികാരിയായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പിതാവേ, അങ്ങയെ കണ്ടാൽ ഞങ്ങൾക്ക് അഭിമാനമാണോ? അങ്ങേക്ക് അഭിമാനമാണോ? അങ്ങ് കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസങ്ങൾ തിന്മയ്ക്ക് പങ്കുപറ്റുന്ന അങ്ങാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിമതൻ. മേജർ ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ നിശബ്ദനായ ഒരു വിമതനാണ്. വിമതർക്ക് ഓശാന പാടുന്നു എന്നല്ല, അവർക്ക് വെള്ളവും വളവും കൊടുത്ത് വളർത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധൻ. അങ്ങനെ വേണമല്ലോ വിളിക്കാൻ. ദൈവമേ, എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടും കേട്ടും വളർന്നിരുന്നെങ്കിൽ. ചുമ്മാതാ ഇത് വാഴ വളരുന്ന പോലെ വളർന്നെന്ന് മാത്രമേ ഉള്ളൂ. മനുഷ്യജന്മമാണെങ്കിൽ കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നന്മ കണ്ടും കേട്ടും, അപ്പൻ്റെ നന്മ, അമ്മയുടെ നന്മ, കൂടപ്പുറപ്പുകളുടെ നന്മ. 18 വയസ്സായപ്പോൾ ഇറങ്ങി പുറപ്പെട്ടതല്ലേ? സ്വാർത്ഥത കൊണ്ട് നിറഞ്ഞ ലോകമായി മാറിയില്ലേ നിങ്ങൾ? കഷ്ടമായി ഇത് കേട്ടോ. കുറച്ചുകൂടെ വിവേകം ഉപയോഗിക്കാമായിരുന്നു പിതാവേ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കാനാണ് ആഗ്രഹം, പക്ഷെ ഒരിക്കലും പറ്റാത്ത തരത്തിലായിപ്പോയില്ലേ? മുള്ളംപന്നിയെപ്പോലെ ആയിപ്പോയില്ലേ? മുള്ളംപന്നിയെ കെട്ടിപ്പിടിക്കാൻ ചെല്ലുന്നവൻ്റെ അവസ്ഥയായിപ്പോയില്ലേ? ഞങ്ങൾക്ക് ഇങ്ങനൊരു വികാരി ഞങ്ങൾക്ക് എന്തിനാണ്? ഞങ്ങൾ ഈ കഷ്ടതയും ശാപവും പേറി ജീവിക്കണമോ? പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി, ആരാധനകളുടെ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ദൈവജനം കഷ്ടപ്പെടുമ്പോൾ ഉളുപ്പില്ലാതെ ജീവിക്കുന്നു. എന്നിട്ട് നിങ്ങളൊക്കെ സഭ പറയുന്ന കുർബാന ചെല്ലുകയും ഞങ്ങൾക്കത് നിഷേധിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഇരട്ടത്തപ്പ് എവിടുന്ന് കിട്ടി? നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് സമവായം നടക്കാതെ പോയെന്ന്? 4 കുർബാനയുള്ള പള്ളിയിൽ ഒരു കുർബാന സിനഡ് കുർബാനയെല്ലാം പറഞ്ഞാൽ ഈ ഒറ്റ കുർബാന സിനഡ് കുർബാന ചെല്ലുന്ന ആ ഒരു കുർബാനയുടെ യോഗ്യതയാൽ ബാക്കി 4 കുർബാനയിൽ നിന്നു പോകും. അത് കത്തിപ്പോവും. സാത്താൻ അതറിയായിരുന്നു. അതുകൊണ്ട് സാത്താൻ പറഞ്ഞു, വിമതന്മാരോട് പറഞ്ഞു, നമുക്കിത് വേണ്ട കേട്ടോ, നമുക്കിത് വേണ്ട. കാരണം എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഈ ഒരു കുർബാന പോലും ചെല്ലാൻ പാടില്ല. എവിടെ കിടക്കുന്നു പിതാവേ അങ്ങയുടെ സമവായം? മനുഷ്യരെ നാണം കെടുത്തുകയും ആക്ഷേപിക്കുകയും പരസ്യമായി കത്തോലിക്ക സഭയെ മുഴുവനും ആക്ഷേപിക്കുന്ന അങ്ങയുടെ ഈ കൊടിയ തിന്മയിൽ നിന്നൊന്ന് പിന്മാറാൻ, യഥാർത്ഥത്തിൽ നീതിബോധത്തോടു കൂടിയിരിക്കുന്ന കൂരിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ അവർക്ക് മൂക്ക് കയറിട്ടേക്കുക അല്ലേ? ഇല്ല,
മരിച്ചുപോയ പാപ്പയ്ക്ക് പകരം ഇനിയൊരു പാപ്പ വരും. ആ പാപ്പ ഞങ്ങളെ നേരായ വഴിയിൽ നയിക്കും. മരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ കൂടെ വരില്ല. ഉറപ്പ്. മാർപ്പാപ്പ പറയുന്നതിനപ്പുറത്ത് ഞങ്ങൾ യാത്ര ചെയ്യല. ഒത്ത കണക്കിന് കണ്ട തെങ്ങിനും അടയ്ക്കാമരത്തിനും ഒരുപോലെ തളപ്പിടുന്ന അങ്ങയുടെ ഈ രണ്ടും കെട്ട സ്വഭാവം കുഴിമാടം കൊണ്ടേ അവസാനിക്കത്തുള്ളെന്നാണ് തോന്നുന്നത്. ഏതായാലും അങ്ങയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളീ കുറ്റം പറയുകയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നെങ്കിൽ ഞങ്ങളുടെ ചങ്കിലെന്ത് വേദനയുണ്ടെന്നറിയാവോ? ഞങ്ങളെക്കൊണ്ട് ഈ പാപം ചെയ്യിക്കുന്നതിന് മുഴുവൻ ഉത്തരവാദിത്വം നിങ്ങൾക്ക് രണ്ടു പേർക്കാം. ദൈവജനത്തെ കൊണ്ട് പാപം ചെയ്യിക്കാൻ ഉത്തരവാദിത്വം ഏറ്റെടുത്ത രണ്ട് പിതാക്കന്മാരാണ്. ഒന്ന് മേജറും ഒന്ന് വികാരിയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ.